കേരള പോലീസിൻ്റെ കടാവർ നായ്ക്കളുടെ സേവനം ആവശ്യപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സന്ദേശമെത്തി. തെലങ്കാനയിൽ തുരങ്കം ഇടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്തേക്കാണ് ഇവരെ ആവശ്യപ്പെട്ടത്. കൊച്ചി സിറ്റി പോലീസിൻ്റെ K9 സ്ക്വാഡിലെ ലില്ലി മർഫി എന്ന നായ്ക്കളെയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഹൈദരാബാദിൽ എത്തിച്ചത്. ലില്ലിക്ക് മായ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ലില്ലിക്കും മർഫിക്കും കൂടെ അവരുടെ ഹാൻഡിൽമാരായ പ്രഭാത്, ജോർജ്, മനീഷ്, വിനീത് എന്നിവരുമുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആവശ്യം ലഭിച്ച ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നായ്ക്കളെ അടിയന്തരമായി വിട്ടു നൽകാൻ കമാൻഡർ സുരേഷിനെ അറിയിച്ചിരുന്നു. മണ്ണിനടിയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളെ മണത്തു പിടിക്കാൻ പ്രത്യേക സാമർഥ്യമുള്ള ബെൽജിയം മലിനോയിസ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളാണ് ലില്ലിയും മർഫിയും. 2024 വയനാട് ഉരുൾപൊട്ടലിൽ ഒഡീഷ പോലീസ് K9 യൂണിറ്റിനോടൊപ്പം അന്നും ഈ കടാവർ നായ്ക്കളുടെ സേവനം ലഭിച്ചിരുന്നു. അന്ന് ആദ്യത്തെ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ 25ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി അവരുടെ കഴിവ് വ്യക്തമാക്കിയിരുന്നു. 2020 പെട്ടിമുടി ഉരുൾപൊട്ടലിൽ മായ 1.5 മീറ്റർ താഴ്ചയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ സഹായിച്ചതിൽ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. 2025 ഫെബ്രുവരി 22 തെലങ്കാനയിലെ ശ്രീശൈലം ഇടതുകര SLBC ടണലിന് ഭാഗികമായ തകർച്ചയുണ്ടായത്. 2 എഞ്ചിനീയർമാർ അടക്കം 8 പേർ തുരങ്കത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവർ ജീവനോടെ ഉണ്ട് എന്ന് വ്യക്തമല്ല. ടണലിന് ഉള്ളിൽ വലിയ തോതിൽ വെള്ളവും ചെളിയും നിറഞ്ഞ് രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമായിരിക്കുകയാണ്. മാർച്ച് 4 കൺവെയർ ബെൽറ്റ് സിസ്റ്റം പുനഃസ്ഥാപിച്ച് മണിക്കൂറിൽ 800 ടൺ ചെളി നീക്കം ചെയ്തിരുന്നു. ദുരന്ത നിവാരണ സേനയായ NDRFും ഇന്ത്യൻ സേനയുമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഉയർന്ന സാങ്കേതിക വിദ്യകളും മാൻ പവർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം വളരെ ഉന്നതിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ സേന കടാവർ നായ്ക്കളുടെ സഹായം കേരളത്തോട് ആവശ്യപ്പെട്ടത്. മാർച്ച് 6 നായ്ക്കൾ തെലങ്കാനയിലെത്തി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. നായ്ക്കൾക്ക് വേണ്ടി കേരള പോലീസ് ഡോഗ് ട്രെയിനിങ് സെൻറ്റർ 2008 ആരംഭിച്ചത്. തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് സ്ഥാപിതമായത്. ഒരേ സമയം 30 നായ്ക്കളെ വരെ പരിശീലിപ്പിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ മികച്ച പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. നിലവിൽ 5 കടാവർ നായ്ക്കളാണ് ഇവിടെ ഉള്ളത്. 2026 ആകുമ്പോൾ അത് 15ലേക്ക് ഉയർത്താനുള്ള പദ്ധതിയുണ്ട്. രാജ്യത്ത് നിലവിൽ കടാവർ നായ്ക്കളുള്ളത് കേരള പോലീസിന് മാത്രമാണ്. അതിനാൽ രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നാൽ ലില്ലിക്കും മർഫിക്കും ഭയങ്കര ഡിമാൻഡാണെന്നാണ് പൊതുവെ സംസാരം.